24 തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടി ഇവിടെ രാഷ്ട്രീയം പറയാം. ഇന്ന് പൊന്നാനി മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിലാണ്. വൈകിട്ട് 4 മുതൽ 5 വരെയാണ് പരിപാടി. ഹാഷ്മി താജ് ഇബ്രാഹിം പൊന്നാനിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഹാഷ്മി, ഗുഡ് മോർണിംഗ്. പ്രേക്ഷകർ ചോദിക്കുന്നുണ്ടായിരുന്നു ഇന്ന് എവിടെയാണ്, അപ്പോൾ പൊന്നാനിയിലാണെന്ന് നമ്മൾ പറയുകയും ചെയ്തു. അപ്പോൾ അവിടെ നമ്മളെല്ലാ ഒരുക്കങ്ങളുമായി അവിടെ എങ്ങനെയുണ്ട് ഒരു ട്രെൻഡ്? സ്മിത കൃഷ്ണൻ, നമ്മളങ്ങനെ രാഷ്ട്രീയം പറഞ്ഞ് നമ്മുടെ വടക്കൻ യാത്ര തുടരുകയാണ്. അത് കാസർഗോഡ് തുടങ്ങി കാസർഗോഡും കണ്ണൂരും വടകരയും വയനാടും കോഴിക്കോടും പൂർത്തിയാക്കിയപ്പോൾ പൊന്നാനിയിലാണ്. നമ്മൾ ഈ കടന്നു വന്ന മണ്ഡലങ്ങളിലൊക്കെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ദിവസങ്ങൾ മാത്രം ചുരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന രാഷ്ട്രീയ സ്പന്ദനങ്ങൾ, പൊളിറ്റിക്കൽ ചൂട്, രാഷ്ട്രീയ ചൂട് നമ്മൾ വ്യക്തമായി തൊട്ടറിഞ്ഞാണായിരുന്നു ആ യാത്ര. നമ്മളെല്ലാ മണ്ഡലങ്ങളും ഇപ്പോൾ ഇന്നലെ കോഴിക്കോട് അടക്കം കണ്ടതാണ്. നമ്മുടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന വോട്ടർമാർ, അവിടുത്തെ പൗരന്മാരൊക്കെ വളരെ ആവേശത്തോടുകൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നു. ആവേശം എന്ന് പറയുന്നത് രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ആവേശമാണ്. അത്രത്തോളം വീറും വാശിയുമുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പാണെന്ന് തർക്കമില്ല. സ്മിത കൃഷ്ണൻ, അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഇന്ന് പൊന്നാനിയാണ്. പൊന്നാനി നമുക്കറിയാം, പറയുന്നത് ക്ലീശയാണെങ്കിലും അത് ലീഗിൻ്റെ പൊന്നാപുരം കോട്ട എന്നെക്കാലവും പറയുന്നത് ചുമ്മാതല്ല. അത് പൊന്നാപുരം കോട്ട ആയതുകൊണ്ട്. കാര്യം 77 ശേഷം ഇവിടെ ബനാത്തുവാലയ്ക്ക് ശേഷം, അല്ലെങ്കിൽ 77 ശേഷം ബനാത്തുവാലയിലൂടെ ലീഗ് ഈ മണ്ഡലത്തിൽ ഉറയ്ക്കുന്നു. അതിനുശേഷം ലീഗിനെ പറിച്ചെറിയാൻ ഒരു ശക്തിക്ക് കൂടെ കഴിയാത്ത സാഹചര്യം. അതിനിടയിൽ CPM, LDF പല പരീക്ഷണങ്ങൾ നമ്മൾ PV അൻവർ രൂപത്തിൽ, അബ്ദുറഹ്മാൻ രൂപത്തിൽ, ഹുസൈൻ രണ്ടതാണ്ട് രൂപത്തിലൊക്കെ കണ്ടതാണെങ്കിൽ കൂടിയും കാര്യമായ എഫക്റ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടില്ല. കഴിഞ്ഞ തവണ ET മുഹമ്മദ് ബഷീർ മാരകമായ ഭൂരിപക്ഷം ജയിച്ചു പോയതാണ്. പക്ഷേ ET യോട് മത്സരിക്കുന്നില്ല എന്ന് നമുക്കറിയാം. ET മലപ്പുറത്തേക്ക് മാറുന്നു. മലപ്പുറത്തെ അബ്ദുൾ സമദ് സമദാൻ ഇങ്ങോട്ടേക്ക് എത്തുന്നു. എന്തായാലും ഇവിടെ ഇക്കുറി KS ഹംസയാണ് അരിവാൾ ചുറ്റിക നക്ഷത്ര മലയാളത്തിൽ മത്സരിക്കുമ്പോൾ. KS ഹംസ ലീഗിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആകുമ്പോൾ രണ്ട് ലീഗ് നേതാക്കൾ തമ്മിലുള്ള മത്സരം. ലീഗ് കോട്ടയിൽ നിന്ന് വോട്ടുകൾ കൊണ്ടുവരും എന്നൊരു പ്രതീക്ഷ LDFനുണ്ട്. എന്നാൽ ആ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്താണ്. അങ്ങനെയൊന്നുമില്ല, ഒരു വോട്ടും പോവില്ല. എത്ര സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും ലീഗിൻ്റെ കേഡർ വോട്ടാണ്, ബേസ് വോട്ടാണ്, അത് അങ്ങനെ പോകുന്നതല്ല എന്ന് LDF പറഞ്ഞു. അപ്പോൾ എന്തായാലും വാശിയേറിയ പ്രചരണം രണ്ട് പക്ഷവും നടത്തുന്നുണ്ട്. പൊന്നാപുരം കോട്ടകൾ ഇളകിയ ചരിത്രം കേരളത്തിലുണ്ട് എന്നൊരിക്കൽ കൂടി LDF ഓർമ്മിക്കുകയാണ്. അപ്പോൾ ഇവിടെ നടക്കുന്ന പ്രചരണത്തിൻ്റെ വീറും വാശിയും വൈകിട്ട് നമ്മുടെ ചർച്ചയിൽ ഉറപ്പായും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. പൊന്നാനി ബസ് സ്റ്റാൻഡിലാണ് നമ്മൾ ചർച്ച. സമീർ ബിൻ കരീം ചേരുന്നു. സമീർ, ആരൊക്കെയാണ് നമ്മുടെ അതിഥികൾ? എന്തായാലും പൊന്നാനിയിൽ നമുക്ക് പോയിട്ട് ആളെ പ്രതീക്ഷിക്കാം അല്ലേ? തീർച്ചയായിട്ടും വലിയൊരു തീ പാറുന്ന ഒരു പോരാട്ടമായിരുന്നു പൊന്നാനി നടക്കുന്നത്. അതിൻ്റെ ഒരു ചർച്ചയിലും ആ തീ പാറൽ നമുക്ക് കാണാൻ സാധിക്കും. കാരണം പ്രത്യേകിച്ച് തീരദേശ മേഖലയാണ്. ആളുകൾ ഭയങ്കര കടലായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആളുകളാണ്. അവരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങളിലും നിലപാടിലും ഒക്കെ തന്നെ അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് നമുക്ക് UDFന് വേണ്ടിയിട്ട് PK നവാസാണ് വരുന്നത്. PK നവാസ് MSFന് സംസ്ഥാന അധ്യക്ഷനാണ്. നിരവധി ചർച്ചകളിൽ പങ്കെടുക്കുന്ന ആളാണ്. പിന്നീട് BJPക്ക് വേണ്ടിയിട്ട് രവി തേലത്താണ്, BJPയുടെ ജില്ലാ അധ്യക്ഷനാണ്. ചർച്ചകളിലൂടെ സ്ഥിരം സാന്നിധ്യമാണ്. അപ്പോൾ തന്നെ CPMനും LDFന് വേണ്ടിയിട്ട് നമ്മുടെ T മുഹമ്മദ് ബഷീറാണ് പങ്കെടുക്കുന്നത്. വലിയ നേതാവാണ്, പ്രാദേശിക നേതാവാണ്, ചർച്ചകളിൽ സജീവമായിട്ടുള്ള ആൾ കൂടിയാണ്. ഏതായാലും ഇവിടെ വലിയൊരു തീ പാർന്ന ചർച്ച ഉണ്ടാകുന്ന ഒരു തർക്കമില്ല കാര്യത്തിൽ. ഓക്കെ, അപ്പോൾ അതാണ്. അപ്പോൾ നമ്മുടെ പൊന്നാനി ബസ് സ്റ്റാൻഡിലേക്ക് വൈകിട്ട് 4 മുതൽ 5 വരെ ഇവിടുത്തെ പ്രിയപ്പെട്ട പൊന്നാനിക്കാരെ, രാഷ്ട്രീയക്കാരെ, രാഷ്ട്രീയ പാർട്ടി നേതാക്കളെ, നിഷ്പക്ഷരെ, അല്ലെങ്കിൽ കാര്യങ്ങൾ നിലപാടുകൾ പറയാൻ അഭിപ്രായമുള്ളവരെ ഒക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായി ക്ഷണിക്കുന്നു. 4 മുതൽ 5 വരെ ഇവിടെ രാഷ്ട്രീയം പറയാം. സ്മിത ക്രിസ്റ്റീന. യെസ്, അപ്പോൾ അങ്ങനെയാണ്. ഹാഷ്മി ബ്രോയ്ക്ക് മുഖത്ത് ക്ഷീണമുണ്ടെന്ന് പറയുന്നു. ഇങ്ങനെ യാത്രയാണല്ലോ, ഹാഷ്മി കുറച്ച് ദിവസമായിട്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമായിരിക്കും. പക്ഷേ ആൾക്ക് അങ്ങനെ വലിയ ക്ഷീണമൊന്നും തോന്നിയില്ല. വളരെ പോസിറ്റീവായിട്ട് ഊർജ്ജത്തോടു കൂടിയാണ്. കുറേ പേർ ചോദിക്കുന്നുണ്ട്. ചിലർ ഹാഷ്മിയെ കാണാൻ ഞാനും ഇന്ന് പൊന്നാനിയിലുണ്ടെന്ന് പറയുന്നു. ജയപ്രകാശ്, അങ്ങനെ കുറേ കമൻസ് വരുന്നുണ്ട്. നമുക്ക് വലിയ സന്തോഷമാണ്.